ഷാഫി പറമ്പിൽ എംപിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം വടകരയിൽ കനക്കുന്നു. വടകര എംഎൽഎ കെ രമയുടെ നേതൃത്വത്തിൽ വടകര പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തിയിരിക്കുകയാണ്. സ്റ്റേഷന്റെ പരിസരത്ത് പോലീസ് മാർച്ച് തടഞ്ഞിരിക്കുന്നു. സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. രാവിലെ ടൗൺ ഹാളിൽ ഒരു പരിപാടി കഴിഞ്ഞ് മടങ്ങിയ ഷാഫി പറമ്പിൽ എംപിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടയുന്ന സാഹചര്യമുണ്ടായിരുന്നു. സംഘർഷത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വൈകുന്നേരം വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ റോഡ് ഉപരോധിച്ച് UDYF പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ രമ എംഎൽഎയുടെ നേതൃത്വത്തിൽ വടകര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളും നടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് എന്ന കാര്യം ഇവിടെ പറയണം. ഞങ്ങള് ഇന്ന് ഷാഫി പറമ്പിൽ എംപിയെ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇവിടെ വെച്ച് ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞു. അന്നേരം പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. പോലീസുകാർ മുഴുവൻ ആ പ്രതികൾക്ക്, ആ തടഞ്ഞ ആളുകളെ മുഴുവൻ സന്ദർശിക്കുന്ന സ്ഥിതിയാണ് ഞങ്ങൾ വീഡിയോയിൽ കൂടെ കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ ആരും ആ പ്രതികൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പക്ഷേ ഷാഫി പറമ്പിൽ വളരെ കൃത്യമായിട്ട് അവിടെ ഇറങ്ങി നിന്ന് കാര്യങ്ങൾ നീക്കിക്കൊണ്ട് മറ്റു സംഘർഷങ്ങളില്ലാതെ പോയി. അതിനുശേഷം പ്രതിഷേധ പ്രകടനം നടക്കുന്ന സമയത്ത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സുൽഫിക്കർ അലി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, എന്തിനാണ് നിങ്ങൾ വണ്ടി തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായത്? അതിന് മറുപടി പറയുന്നത് പോലീസുകാരൻ. ഞങ്ങൾ ഇന്ന് ഈ പ്രകടനം ഇങ്ങോട്ട് നടത്തിയതിന്റെ പ്രധാന കാരണം അതാണ്. ഞങ്ങൾ ഷാഫി പറമ്പിലെ തടഞ്ഞതിന് ഞങ്ങൾ ടൗണിലൂടെയാണ് പ്രകടനം നടത്തുക. അവരുടെ ഡിവൈഎഫ്ഐക്കാർക്കെതിരെയാണ് പ്രകടനം നടത്തുക. പക്ഷേ നിങ്ങൾ പോലീസുകാരാവാതെ ഇവിടെ എന്തിനാണ് അത് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയണം. എന്തിനാണ് ദുൽഫിക്കറിനെ അടിച്ചത്? എന്തിനാണ് അദ്ദേഹത്തിന്റെ വണ്ടിയുടെ കീ ഊരി നിങ്ങൾ എടുത്തത്? എന്താണ് പ്രകോപനം? എന്ത് പ്രകോപനമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിരുന്നോ? സിഐന്റെ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായിരുന്നോ? എന്തടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് നിങ്ങൾ? എന്തടിസ്ഥാനത്തിൽ? ആര് പറഞ്ഞിട്ട്? ആരുടെ നിർദ്ദേശത്തിന്? പിണറായി വിജയന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ? മുകളിലുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ? CPM-കാരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ അടിച്ചത്? അത് ഞങ്ങൾക്കറിയണം. അതിനുവേണ്ടിയാണ് ഇവിടെ വന്നത്. എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ. എന്താണ് കാരണം എന്നുള്ളത് ഞങ്ങൾക്കറിയണം. എന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞുള്ളൂ. ഞങ്ങൾ ഇവിടെ ഇരിക്കും. നിങ്ങൾ പറയണം.
വളരെ സുഹൃത്തുക്കളെ, വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് കാലത്ത് മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചക്ക് ബഹുമാന്യനായ MP ഇന്ന് വൈകി തടഞ്ഞു എന്ന് മാത്രമല്ല, ഒരുപാട് സമരം കണ്ട നാടാണ് നമ്മുടെ കേരളം. ഒട്ടനവധി സമര ആവാസങ്ങൾക്കും നമ്മൾ ഈ നാട് സാക്ഷ്യം വഹിച്ചു. പ്രത്യേകിച്ച് DYFIയും CPM ഒക്കെ നടത്തിയ സമരാവാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടത് ഈ സമരാവാസത്തെ പോലും നാണിപ്പിക്കുന്ന, ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. ബഹുമാനപ്പെട്ട MLA തടഞ്ഞു നിർത്തി, MP തടഞ്ഞു നിർത്തി എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ തെറി വിളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തൊക്കെയാണോ തെറി, ആ തെറി മുഴുവൻ ഒരു MP വിളിക്കുന്നത് കേരള സമൂഹം, പൊതുസമൂഹം കണ്ടത് നമുക്കറിയാം. അതിലൊക്കെ തന്നെ ഇറങ്ങുമ്പോ നിങ്ങൾ തടയാനാണ് തീരുമാനമെങ്കിൽ ഷാഫിയെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കൊരു പോലീസിന്റെയും ഒരു അതിനെ സംരക്ഷിച്ച് സമാധാനപരമായി യാത്ര ഒരുക്കാനുള്ള വഴി ഞങ്ങൾക്കറിയാം. ഞങ്ങളെ കൊണ്ട് ആ പണിയെടുപ്പിക്കാൻ ഇവിടുത്തെ പോലീസ് തയ്യാറാവരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്. ഇന്ന് തടഞ്ഞപ്പോ നമ്മൾ കണ്ടു ഷാഫിയുടെ കാറിനകത്തേക്ക് തലയിട്ട് ഷാഫിയുടെ ഷാഫിക്ക് തമ്മാടിത്തം പറയുന്ന ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെ രാത്രി കൊണ്ടുപോലും തലോടാൻ പോലും തയ്യാറാവാതെ സ്നേഹപൂർവ്വം പിടിച്ചു മാറ്റുന്ന പോലീസുകാരാണ് ഈ വടകരയിലുള്ളത്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങനെ നിങ്ങൾ DYFIക്കാരെ സ്നേഹപൂർവ്വം മാറ്റിക്കോളൂ. പക്ഷെ DYFIക്കാരെ മാറ്റേണ്ട രീതി, കൈകാര്യം ചെയ്യേണ്ട രീതി ഞങ്ങൾക്കറിയാം എന്ന് ഒരിക്കൽ കൂടെ ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇനിയും ഇത്തരം തമ്മാടിത്തവുമായി ഈ തെരുവിൽ നിങ്ങൾ ഇറങ്ങി വന്നാൽ ഇതിനെ പ്രതിഷേധിക്കുന്നവരെ മർദ്ദിക്കുന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ദുൽഫിക്കർ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗത്തെ പ്രകടനത്തിന് വേണ്ടി പോകാൻ തയ്യാറായപ്പോ അതിനെ പോലും സമ്മതിക്കാതെ ഇവിടുത്തെ UDF ആണ്, RBയുടെ അനുഭാവിയാണ് എന്നുള്ളത് കൊണ്ട് മർദ്ദിക്കാൻ വേണ്ടി തയ്യാറായ ഓരോ പോലീസുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ല എന്ന് മാത്രമാണ്. ഒരിക്കൽ കൂടെ ഈ പ്രതിഷേധത്തിന് എല്ലാ വിഭാഗാധികളും അർപ്പിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 3 വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ. മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനു പുറമെ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.